ഹായ്, അപ്പോൾ ആരും സ്ക്രോൾ ചെയ്ത് പോകല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ റെസിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എൻ്റെ കയ്യിൽ എന്തൊരു പ്ലേറ്റും ചോറും പിടിച്ചിട്ട് വന്ന് നിൽക്കുന്നത് എന്താണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിലൊരു റെസിപ്പി ഉണ്ട്, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മുടെ മഴക്കാലമായല്ലോ, അപ്പോൾ ചക്ക അധികം കിട്ടാനില്ല, പഴുത്ത ചക്ക മാത്രമായിട്ടോ കിട്ടാനുള്ളൂ. അപ്പോൾ ഇന്നലെ ഉപ്പ വരുമ്പോൾ ഒരു പച്ച ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അത് ചുളച്ച് കട്ട് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിലോട്ടാണ് കയറ്റി, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് പഴുക്കും. അതുകൊണ്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ അത് നന്നായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ട് നല്ലൊരു ചക്കപ്പുഴുക്കാട്ട റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ചക്ക കട്ട് ചെയ്തിട്ട് നമ്മൾ മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകി. അപ്പോൾ ഞാനിവിടെ ചക്കൊക്കെ കഴുകിയിട്ട് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തായിട്ട് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചെടുക്കാം. അപ്പോൾ മക്കളെ, നമ്മുടെ ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ചക്ക വെന്ത് വന്നപ്പോൾ ഒരു കുണ്ടുള്ള കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരത്തി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉള്ള രീതിയിലാട്ടോ ഉടച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല പേസ്റ്റ് പോലെ ഉള്ള രീതിയിലാണ് വേണ്ടതെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് പാകത്തിനൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അരമുറി തേങ്ങയും പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ചക്കയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതേ രീതിയിലുള്ള കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത ശേഷം ഇരിക്കും തോറും കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കണം. അതിന് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയായിട്ട് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ 4 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നേരെ നമ്മുടെ ചക്കപ്പുഴുക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോറിലോട്ട് ലേശം ചക്കപ്പുഴുക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കത് കഴിച്ച് നോക്കാം. പിന്നെ നമുക്ക് ഈ ചക്കപ്പുഴുക്ക് മാത്രമായിട്ട് ഇത് ചോറ് കഴിക്കാം. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും അതിൻ്റെ കൂടെ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ ഒരു ഓംലേറ്റോ അല്ലെങ്കിൽ പപ്പടോ അല്ലെങ്കിൽ വല്ല അച്ചാറൊക്കെ കൂട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. പക്ഷേ എനിക്കിത് മാത്രം മതിയിട്ട് ഈ ചോറുണ്ണാൻ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ ചക്കപ്പുഴുക്ക് മാത്രമായിട്ട് ഈ ചോറ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.